ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല അറിഞ്ഞാൽ നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളർത്തുന്ന കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. കമാൺ. അപ്പോൾ ഗായ്സ്, ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയിൽ ലൈവ് ഇട്ടപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ പെറ്റ് വളർത്തുന്നുണ്ടോ, അങ്ങനെ ഇതിൽ വളർത്തണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ വളർത്തുന്ന കാര്യങ്ങൾ മീനുകളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗായ്സ് നിങ്ങളോട് പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളും അങ്ങനൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പുതിയ കണ്ടൻറ്റ് വന്നിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി വെക്കുക. ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊടുക്കും. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിൻ്റെ കുറേ വീഡിയോസ് എല്ലാവരും ചോദിച്ചിരുന്നു. ഫിഷിങ്ങിൻ്റെ വീഡിയോസ് എന്തായാലും വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫിഷിങ്ങിന് ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പനി ചെയ്യുന്നു. അതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര അറിയാം, രണ്ട് കണ്ണും വ്യത്യാസം വന്നിട്ട് ഭയങ്കര പനിയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് വീഡിയോ എടുക്കാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, കമോൺ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ചേറാനാണ് ഉള്ളത്. ചേറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാണ്ടോ, ഇത് നമ്മൾ ചേറാണ്. ആള് ചത്തിട്ടൊന്നുമില്ല, ആക്റ്റീവ് തന്നെയാണ്. പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, ആക്റ്റീവാണ് ആള്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരാലാണ് കേട്ടോ. ഇത് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് മുണ്ടാതെ ഭാഗത്ത് പോയി നിൽക്കണം കേട്ടോ. ഇത് അത്യാവശ്യം അടിപൊളി ആളാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചേറാനും കൂടി ഉണ്ട്. അത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് ഡ്രമ്മിലിട്ട് പോകുന്നു. ഇത് അത്യാവശ്യം ആക്റ്റീവാണ് കേട്ടോ. കേട്ടോ, ഇവനും ആക്റ്റീവാണ്. പക്ഷേ ഫുഡ് എടുക്കാൻ കുറച്ച് ഇതുണ്ടാവും. ഞാൻ ഇന്നലെ കൊടുത്ത ഫുഡുകളൊക്കെ കാരണം കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനാണ്. ചിലവ് അധികം തന്നെയാണ് കേട്ടോ. ചിക്കൻ്റെ പീസുകളാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ. ഇതൊക്കെ ചിക്കൻ്റെ പീസുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് എന്തായാലും ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും നമുക്ക് ഫീഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാ ചെക്കൻ നീച്ചിട്ടുണ്ടാണോ, ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫീഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മളെ ചെറിയ ചെറുക്കനെ കൊടുക്കാം. ചേറാൻ അത്യാവശ്യം ആക്റ്റീവാണ്. ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ ആൾ ആക്റ്റീവ് ആവും. നോക്കോ, നേരെ നോക്കോ. നമ്മൾ ഫുഡ് ഇട്ടു. അപ്പോൾ ആള് ഫുഡൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് കണ്ടോ. ആ ചെറിയ കണ്ണുകൊണ്ട് അടക്കണുണ്ടോ, ഫുഡ് നിരീക്ഷിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ആള് സെറ്റാവും. അപ്പോൾ അവനെന്തായാലും കുറച്ച് ടൈം എടുക്കും ഇത് കഴിക്കാൻ. അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് നമുക്ക് നമ്മളെ വരാലൂട്ടനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവൻ അത്യാവശ്യം പെട്ടെന്ന് സ്ട്രൈക്ക് എടുക്കുന്ന ആളാട്ടോ. നമുക്ക് നോക്കി നോക്കാം, എന്തായാലും എടുക്കുക, നമുക്ക് നോക്കി നോക്കാം. അവർ എന്നെ കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ അനങ്ങാൻ നിൽക്കണം ആ ഭാഗത്ത് പോയിട്ട്. ഓക്കെ, നോക്കി നോക്കാം, നോക്കി നോക്കാം. ഞാൻ അതിന് എന്തായാലും നിങ്ങൾക്ക് കഴിക്കണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. 2-3 പീസ് കൂടെ നമുക്ക് ഇട്ടേക്കാം അതിൽ, എന്നാലും നമുക്ക് കഴിക്കുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇവർ കഴിച്ച് ഞാനെൻ്റെ കൂട്ടുകാരൻ എനിക്ക് കൊടുക്കുന്ന കേട്ടോ. അവർ ഏതൊരു കുളം ഒഴിവാക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന മീനുകളാണ്. അപ്പോൾ അവനക്കതിനെ കൊല്ലാനൊരു മനസ്സില്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, എനിക്കത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 2-3 അക്വറോട് വെറുതെ അടയ്ക്കണം. അപ്പോൾ ആ അക്വറത്തിൽ കൊടുത്തിട്ടാണ്. അതുപോലെ നമ്മളെ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കാം. 2 പീസ് ഉണ്ട് കൊടുക്കാം. അവന് വല്ലാതെ ഫുഡ് എടുക്കണ്ട, എന്താ അറിയില്ല. ചിക്കൻ പറ്റിയിട്ടാണ് എന്താ അറിയില്ല. നോക്കിയാൽ എന്തായാലും അല്ല, അവൻ്റെ മൂക്കിൻ്റെ മുന്നിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്ക് യാതൊരു ഇതുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളെ മച്ചാൻ അവിടെ നിന്ന് നീച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെങ്ങനെ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എയർ എടുക്കും കേട്ടോ. മുകളിൽ പോയിട്ട് എയർ എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുക. അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ. അപ്പോൾ നോക്കി നോക്കാം എന്തായാലും.
ഗൈസ് അവർക്ക് അതിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്. ആ സ്മെല്ലടിക്കുമ്പോഴാണ് അവന് വരുന്നത്. കണ്ടോ 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 അത്യാവശ്യം ആൾ ആക്റ്റീവ് ആയി തുടങ്ങി. കണ്ടോ ഗൈസ് കണ്ടോ ഫുഡ് എടുത്തു കണ്ടോ കണ്ടോ ഫുഡ് എടുത്തു കണ്ടോ ഫുഡ് എടുത്തു കണ്ടില്ലേ? ഇങ്ങനെയാണ് അവർ ഫുഡ് എടുക്കണത്. ഇനി മെല്ലെ നിൽക്കും. അത് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് എയർ എടുക്കും. കണ്ടോ അപ്പം മുകളിൽ പോയി എയർ എടുത്തു. വീണ്ടും വരും. വീണ്ടും വന്നിട്ട് അടുത്ത പീസ് എടുക്കും. നോക്കോ ഗൈസ് ഇപ്പോൾ വരും. ഇവനാണ് ഇതിൽ ഇല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കണവനാട്ടോ. മറ്റവന് ആക്റ്റീവാണ്, പക്ഷെ അവൻ എന്താ നിന്നെ കണ്ടിട്ടാണ് പേടിച്ചിട്ടാണോ അങ്ങനെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഗൈസ് അപ്പോൾ അവൻ അടുത്ത പീസ് കൊടുത്തിട്ടോ. അല്ല അവൻ കഴിക്കുന്നുണ്ട്. അടുത്ത പീസ് അവൻ എടുത്തു. നമുക്ക് കിട്ടിയില്ല കേട്ടോ. അവൻ പെട്ടെന്ന് എടുത്തു. ഇയാളെന്താ ഒതുങ്ങിക്കണത്? ഏയ് ഗൈസ് അവനെന്തായാലും 2 പീസും കഴിച്ചിട്ടോ ആള്. അപ്പോൾ അവൻ അത്യാവശ്യം ആക്റ്റീവാണ്. ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നത് ഈ ഒരൊറ്റ ഒന്നാണ്, ഫസ്റ്റത്തത്. അവനെല്ലാ ഫുഡും എടുക്കും, അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഇവരും എല്ലാ ഫുഡും എടുക്കും കേട്ടോ അതുപോലെ. പക്ഷെ എന്തായാലും ഇന്നെന്തോ ഒരു ആൾക്കൊരു സുഖമല്ല തോന്നുന്നതാണോ ഗൈസ്. അടുത്ത ഫുഡ് അവൻ എടുക്കാൻ വരുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പില്ല ടീമാണ് തോന്നുന്നു. കേട്ടോ അടുത്ത പീസ് എടുത്തു വേണം കേട്ടോ. കണ്ടോ അടുത്ത പീസ് എടുത്തു വേണം കേട്ടോ. കണ്ടോ അടുത്ത പീസ് എടുത്തു കേട്ടോ. അടുത്ത പീസ് എടുത്തു വേണം കേട്ടോ. കണ്ടോ അടുത്ത പീസ് കണ്ടോ അടുത്ത പീസ് എടുത്തവന്. അതാണ് ഇതിൻ്റെ പവർ. പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അവിടെ ഫാസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും. ഞാൻ രാവിലെ ഇതിപ്പോൾ ഒരു വണ്ടി ഇട്ട് കൊടുത്തിരുന്നു. ഒരു എടുത്തില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട് ആൾക്ക്. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. വിശക്കുമ്പോൾ തന്നെ ഒന്ന് കഴിക്കും. പിന്നെ ഇവനെടുത്തിട്ടില്ല, എടുക്കൂല. പിന്നെ കൈസ് കുറച്ച് ഗപ്പികളുണ്ട് കേട്ടോ. ഗപ്പികൾ ഇതിനടുത്ത് പണ്ട് മുതലേ ഉണ്ട്. ഈ സാധനമൊക്കെ ഞാൻ വളർത്തുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചുണ്ടായിരുന്നു. അത് ഈ അക്കോറത്തിൽ ഇട്ടിരുന്നു. പക്ഷേ ഈ അക്കോറം എന്താ വെച്ചാൽ പെട്ടെന്ന് വെയിൽ കൊണ്ടിട്ട് പൊട്ടി. കണ്ടോ ഇവിടെ പൊട്ടി. അപ്പോൾ അത് മൊത്തത്തിൽ പോയി. വെള്ളം പോയിട്ട് കുറച്ച് ചത്തു. ബാക്കിയില്ലാണ് അവർ. കണ്ടോ ബാക്കിയുള്ള ഗപ്പികളാണ് അവർ. ഓക്കെ അപ്പോൾ ഗായ്സ് എന്തായാലും നമുക്ക് നമ്മളെ വരാൽക്കുട്ടനെ അങ്ങനെ നീച്ചിരിക്കുകയാണ്. ഇതെന്താ വെച്ചാൽ സംഭവിച്ചാൽ ഇതിൽ ചില സമയത്ത് നല്ല ആക്റ്റീവ് ആകണം, ചില സമയത്തിൽ ഉറക്കത്തിൻ്റെയൊക്കെ പോലെ ഒന്നിങ്ങനെ ഒരു വല്ലാതെ ഉണർവില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആകണം. ചില സമയത്ത് തീറ്റ ഇടുമ്പോൾ ആ മോളിൽ നിന്ന് തന്നെ വന്നിട്ട് വെട്ടും. പക്ഷെ ഇപ്പം എന്താണെന്നല്ല, ഇതിൻ്റെ എടുത്തു കൂടെ ഈ പല്ലി അങ്ങനെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പല്ലി ഓന്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ സാധനത്തിൽ ഇത് അടിച്ചുക്കണു. അതാണ് മൂപ്പർക്ക് വേണ്ട തോന്നുന്നുണ്ട്. പിന്നെ പറയലെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ ഫിഷുകൾ, ഈ മോൺസ്റ്റർ ഫിഷുകൾ, പ്രൊഡക്റ്റർ ആയിട്ടുള്ള ഫിഷുകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു ഫിഷിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. ഇതിപ്പോൾ നമ്മളത്തെ സ്നേക്കഡ് ഫിഷിൽ പെട്ട തന്നെ വരാൽ, അതുപോലെ ചേറാൻ, ആ 2 ഐറ്റമാണ് ഉള്ളത്. അപ്പോൾ ഈ വരാലാണ് ഇതിൽ അത്യാവശ്യം ഒരു കാണാനൊരു ചൊറുക്കില്ല മീൻ പറഞ്ഞാൽ തന്നെയാണ്. ചേറാൻ അത്യാവശ്യം നമുക്ക് പാടത്തും കാര്യത്തൊക്കെ നല്ലോണം കാണുന്ന ഒരു ഫിഷാണ് ഈ ഒരു ചേറാനെന്ന് പറയണത്. ചേറാൻ അല്ലെങ്കിൽ സ്നേക്കഡ് ഫിഷിൽ എന്തോ ഒരു ഓറഞ്ച് അങ്ങനെ എന്തൊക്കെ പറയും. ഒരു ഓറഞ്ച് കളറിലൊക്കെ അതിൻ്റെ ഫിന്ന് വരിക കുറച്ച് കഴിഞ്ഞാൽ. ഇത് നേരെ ബ്ലാക്കും വൈറ്റും കളറൊക്കെ ആയിട്ടാണ് ഈ സാധനം വരിക. അപ്പോൾ ആളെന്തായാലും ഫുഡ് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയില്ല. കാരണം അവൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് ആൾക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാറില്ല, പെട്ടെന്ന് ഫുഡ് എടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സാധനം മൂപ്പര് അകത്താക്കിക്കണു, അല്ലാതെ ഫുഡ് എടുക്കാൻ കഴിയില്ല. ഇവൻ പിന്നെ അടിപൊളി. ഇവൻ അത്യാവശ്യം ആക്റ്റീവായിട്ട്, ചെറിയ മീനുകൊണ്ട് എല്ലാം ആക്റ്റീവായിട്ട് കളിക്കും. എപ്പോഴും എയർ എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായി നിൽക്കുന്ന സാധനമാണിത്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് വേറെ ആൾക്കാർക്ക് ഇങ്ങനെ റെക്കമെൻഡ് ആയി പോകുള്ളൂ. അപ്പോൾ അവർക്കും കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഫിഷിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ബൈ.